പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 11 ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് മാറും കുറച്ച് നക്ഷത്ര ജാതകർക്ക്. ഇന്നേ ദിവസം മുതൽ ആരംഭിച്ച് ഒരാഴ്ചക്കാലം ഭാഗ്യ ദിവസങ്ങൾ തന്നെയാണ് ഇവർക്ക്. ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതേക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ലഗ്നത്തിൽ കുജൻ, 2-ൽ ആദിത്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, 6-ൽ കേതു, 11-ൽ ശനി, 12-ൽ രാഹു. ഇതാണ് മേടക്കൂറുകാർക്ക് നിലവിലത്തെ ഗ്രഹനില. അതുകൊണ്ട് തന്നെ ധനാഗമങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ധനവിഷയത്തിൽ ചതിവ് പറ്റാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ചിലവുകളൊക്കെ ഈ ആഴ്ചയിൽ വളരെ കുറവായിരിക്കും. കാര്യതടസ്സങ്ങൾ മാറും. ശരീരക്ഷീണം, രക്തക്കുറവ് ഇവയുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ ഭാഗ്യവും കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. മനസ്വസ്ഥത വർദ്ധിക്കും. നേത്രരോഗം, ശരീരത്തിൽ നീർക്കെട്ട് ഇവയ്ക്കും സാധ്യതയുണ്ട്. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും. ഭൂമിയുടെയും മറ്റും കച്ചവടങ്ങൾ നടക്കും. ബന്ധുജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ അവസരം ലഭിക്കും. വ്യവഹാരങ്ങൾ അനുകൂലമായിട്ട് വരും. വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ലഗ്നത്തിൽ ആദിത്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, 5-ൽ കേതു, 10-ൽ ശനി, 11-ൽ രാഹു, 12-ൽ കുജൻ. ഇതാണ് ഇടവക്കൂറുകാർക്ക് ഈ ഒരാഴ്ചത്തെ ഗ്രഹനില. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും. ഒരുപാട് നാളായിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയുന്നുണ്ട്. മനസ്വസ്ഥത കുറയുമെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. ഈ ഒരാഴ്ചയിൽ ശരീരക്ലേശങ്ങൾ കൂടുതലാകും. വഴിയാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും വിട്ടൊഴിയും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വാക്കുദോഷം കൊണ്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. വേണ്ട സമയത്ത് ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതാണ്. ഉദരരോഗം, അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവ സൂക്ഷിക്കണം. ജലബന്ധിയായ ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ദോഷനിവാരണത്തിന് ശിവങ്കൽ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി അടുത്ത രാശിക്കാരായ മിഥുനക്കൂറുകാർക്ക് ജൂൺ 11 മുതൽ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. മിഥുനക്കൂറിലെ നക്ഷത്രക്കാരാണ് മകയിരം, 3, 4 പാദത്തിൽ ജനിച്ചവർ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവർ. ഇവരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. 4-ൽ കേതു, 9-ൽ ശനി, 10-ൽ രാഹു, 11-ൽ കുജൻ, 12-ൽ ആദിത്യൻ, ബുധൻ,
വ്യാഴം, ശുക്രൻ ഇതാണ് ഗ്രഹനില. അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവരിൽ കാണുന്നുണ്ട്. അത് വിദേശ ജോലിയായിട്ടാകാം, വിവാഹം ഉറപ്പിക്കുന്ന രീതിയിലാകാം. എന്തായാലും ഈ ആഴ്ച ഭാഗ്യ അനുഭവങ്ങളുടെ ഒരു ആഴ്ച തന്നെയാണ്. വളരെ കാലമായി വിചാരിച്ചിരിക്കുന്ന പല കാര്യസാധ്യങ്ങളും ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഇരട്ടിക്കും. ധനലാഭങ്ങൾ ഉണ്ടാകും. ചിലവുകൾ നിയന്ത്രണ വിധേയമാകും. ശത്രുപീഡകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ത്രിദോഷ കോപത്താലുള്ള അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സകൾ വേണ്ടിവരും. അതുപോലെ തന്നെ ശത്രുപീഡകളിൽ നിന്ന് ഇവർക്ക് മോചനം പ്രതീക്ഷിക്കാം. യാത്രകൾക്കിടയിൽ വൈഷമ്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും. ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പിതൃജനങ്ങളുടെ ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. വീട് പുതുക്കി പണിയുകയോ കേടുപാടുകൾ തീർക്കുകയോ ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം എടുക്കാതിരിക്കുക. പാപകർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കുക. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ത്രിമധുരം നേദിക്കുകയും ത്രിപുരസുന്ദരി മന്ത്രം പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറിൽ പുണർദം, 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. 3-ൽ കേതു, അഷ്ടമത്തിൽ ശനി, 9-ൽ രാഹു, 10-ൽ കുജൻ, 11-ൽ ആദിത്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ ഇതാണ് ഗ്രഹനില. അഷ്ടമത്തിലെ ശനി കുറച്ച് ദോഷസാധ്യതകൾ സൃഷ്ടിക്കുമെങ്കിലും മറ്റു ഗ്രഹങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാൻ സാധിക്കും. ദാനധർമ്മങ്ങൾ ഈ ആഴ്ചയിൽ കൂടുതലാകും. സഹോദരങ്ങളുമായിട്ട് അകന്നു കഴിയേണ്ടതായിട്ട് വരും. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധം ഈ ആഴ്ചയിൽ ഒഴിവാക്കണം. തർക്കവിഷയങ്ങളിൽ ജയം ഉണ്ടാകും. പാപകർമ്മങ്ങളിൽ നിന്ന് കഴിവതും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പല പ്രകാരത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാകും. മരണതുല്യമായ അവസ്ഥകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. കാര്യസാധ്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുജന സഹായം ലഭിക്കും. കച്ചവടങ്ങൾ ലാഭകരമായിട്ട് നടക്കും. കർമ്മരംഗം മെച്ചപ്പെടും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. സ്ഥാപനങ്ങൾ മാറി ജോലിക്ക് ശ്രമിച്ചാൽ വിജയസാധ്യതകൾ കൂടുതൽ. ഇവർ ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി കദളിപ്പഴം നിവേദിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് ഒന്ന് നോക്കാം. 2-ൽ കേതു, 7-ൽ ശനി, അഷ്ടമത്തിൽ രാഹു, 9-ൽ കുജൻ, 10-ൽ ആദിത്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ ഇതാണ് ഗ്രഹനില. ശുക്രൻ്റെ ഗ്രഹനില തന്നെ ഇവർക്ക് ഭാഗ്യം വാരിക്കോരി ചൊരിയുന്ന ദിവസങ്ങൾ സമ്മാനിക്കുകയാണ്. ജൂൺ 11 മുതൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ്. എടുത്തു പറയേണ്ടത് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. കൂലിപ്പണിക്കാർക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലം അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം കണ്ടുകൊണ്ട് പുതിയൊരു തൊഴിലിലേക്ക് പ്രവേശിക്കാൻ ഉള്ളൊരു അവസരം ഈ ദിവസങ്ങളിൽ ലഭിക്കും. ബന്ധുജനങ്ങളുടെ വിരോധങ്ങളൊക്കെ മാറി ഇവരുടെ ഭാഗത്തു നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിച്ചു തുടങ്ങും. കാര്യസാധ്യങ്ങളെല്ലാം വളരെ വേഗത്തിലാകും. കൂടെയുള്ള കലഹങ്ങൾ മാറി കുടുംബത്തിൽ മക്കളെ കൊണ്ടും ദമ്പതിയെ കൊണ്ടും സമാധാനം കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുള്ള ദിവസങ്ങളാണ് വരുന്നത്. തൊഴിൽ രംഗം മെച്ചപ്പെടുമെങ്കിലും ചില കുഴപ്പങ്ങൾ അവിടെ സാധ്യതകൾ കാണുന്നുണ്ട്. വാതരോഗിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ അപവാദങ്ങൾ കേൾക്കേണ്ടതായ സാഹചര്യത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ചെയ്യുന്ന തൊഴിൽ എല്ലാം സമയബന്ധിയായിട്ട് തീർക്കാനും ഇതുമൂലം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ
മറ്റുള്ളവരെ നിന്ദിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കണം. വാക്കുദോഷം മൂലം കലഹങ്ങളും അതുപോലെ തന്നെ താപദോഷങ്ങൾക്കും സാധ്യതയുണ്ട്. വിവാഹ ആലോചനകൾ പ്രതീക്ഷയ്ക്കൊത്തു തന്നെ വരും. പുനർവിവാഹം വേണ്ടവർക്കും അവസരങ്ങൾ ഉണ്ടാകും. പുതിയ വീടിനായിട്ടും ശ്രമിക്കാം. ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക.